പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ വടക്കുകിഴക്കൻ മേഖലയിൽ തന്ത്രപ്രധാന ഹൈവേ അധിഷ്ഠിത ലാൻഡിംഗ് സ്ട്രിപ്പ് ചബുവയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചൈന അതിർത്തിക്കടുത്ത് തന്ത്രപ്രധാനമായ ഹൈവേ അധിഷ്ഠിത അടിയന്തര ലാൻഡിംഗ് സംവിധാനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ എയർ സ്ട്രിപ്പിൽ 40 ടൺ ഭാരമുള്ള പോർ വിമാനങ്ങളും 74 ടൺ ഭാരമുള്ള ട്രാൻസ്പോർട്ട് വിമാനങ്ങളും നിലത്തിറക്കാനും ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കും. ലോക്ഹീഡ് മാർട്ടിൻ C-130J സൂപ്പർ ഹെർക്യൂലിസ് വിമാനത്തിലാണ് മോദി എത്തിയത്. 4.2 കിലോമീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പ് സൈന്യത്തിന്റെ സഹകരണത്തോടെ 100 കോടി ചിലവിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം റഫാൽ, സുഖോയ്, ജാഗ്വാർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അണിനിരന്ന എയർ ഷോയ്ക്ക് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചു. ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന എയർ ഷോയ്ക്ക് ശേഷം എയർഫോഴ്സ് ചീഫ് മാർഷൽ AP സിംഗ് പ്രധാനമന്ത്രിക്ക് മൊറാൻ ബൈപ്പാസ് എയർ സ്ട്രിപ്പിന്റെ പ്രാധാന്യം വിശദീകരിച്ചു നൽകി. ഉച്ചകഴിഞ്ഞ് ഗുവാഹത്തിയിലെത്തുന്ന നരേന്ദ്രമോദി 5450 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള ഭാസ്കർ വർമ്മൻ പാലവും പ്രധാനമന്ത്രി ഇന്ന് തുറന്നു നൽകും. ഗുവാഹത്തിയെ വടക്കൻ ഗുവാഹത്തിയുമായി ബന്ധിപ്പിക്കുന്ന 1.24 കിലോമീറ്റർ നീളമുള്ള പാലം 3030 കോടി രൂപ ചിലവിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഗുവാഹത്തിയിൽ നിന്നും ഇംഫാലിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. അസമിലെ പരിപാടികൾക്ക് ശേഷം മണിപ്പൂർ കൂടി സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിമർശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് അർജുൻ പിതാമരൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.